ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ മലപ്പുറത്തിനെതിരായിട്ട് മലപ്പുറത്തെ ആകെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ജില്ലയല്ല, എല്ലാ പാർട്ടിക്കാരുമുള്ള ജില്ലയാണ്. ഞങ്ങളെ പാർട്ടിയിലും നല്ല നിലയിൽ ആളുകൾ അണിയേർന്നിട്ടുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അദ്ദേഹം ന്യൂനപക്ഷ വിരുദ്ധ മലപ്പുറം വിരുദ്ധ പ്രസ്താവന നടത്തിയപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ മേലെ പ്രതികരണം നടത്തിയ CPIM മാത്രമാണ്. നിങ്ങൾ കോൺഗ്രസ് പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ മുന്നിൽ നിങ്ങൾ തന്നെ മൈക്കുമായിട്ട് പോയല്ലോ, വേണ്ടിയിട്ടില്ലല്ലോ. ആരെങ്കിലും പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പ്രതികരിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രതികരിച്ചു. പക്ഷെ ഞങ്ങൾ പ്രതികരിച്ചത് അത്ര ശക്തിയിൽ പോരാ, കുറേ കൂടി ശക്തമായി പ്രതികരിക്കണമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ പറഞ്ഞതെന്താ, അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് ഉചിതമല്ല, അതിനോട് യോജിപ്പില്ല എന്ന നിലയിലാണ് ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചത്. പക്ഷെ അങ്ങനെ നിലപാട് സ്വീകരിച്ച ഞങ്ങൾക്കെതിരായി വീണ്ടും വീണ്ടും അക്രമമാണ് വന്നത്. എന്നാൽ ഒരു നിലപാട് സ്വീകരിക്കാത്തവർക്കെതിരായിട്ട് ഒരു വിമർശനവും ഉണ്ടായില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങൾ അന്ന് വളരെ കടുത്ത നിലപാട് സ്വീകരിക്കാതിരിക്കാൻ കാരണം എന്താ? ഇപ്പോൾ കേരളത്തിൽ RSSൻ്റെ സംഘപരിവാർ കേരളത്തിലെ രാജ്യത്താകെ അവരുടെ ഒരു പ്ലോട്ടുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹം, ആ സമൂഹത്തെ ജാതീയമായി വിഭജിക്കുക, വ്യത്യസ്ത ജാതി സംഘടനകൾ ഉണ്ടാക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, ആ ജാതി സംഘടനകൾക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കുക. ഇപ്പം നിലവിൽ വ്യത്യസ്ത ജാതി സംഘടനകൾ ഉണ്ടെങ്കിൽ ആ സംഘടനകളെ കൈപ്പിടിയിൽ ഒതുക്കുക. ഈ ജാതി സംഘടനകളൊക്കെ വ്യത്യസ്ത താല്പര്യങ്ങളാണ്, പലതും പരസ്പരം പോരടിക്കുന്നവയാണ്. പക്ഷേ അവയെ സംഘപരിവാർ യോജിപ്പിക്കുകയാണ്. എങ്ങനെയാണ് യോജിപ്പിക്കുന്നത്? വർഗീയമായി യോജിപ്പിക്കുക. അതായത് ഈ ജാതി സംഘടനകളോടൊക്കെ നിങ്ങളുടെ ശത്രു എന്ന് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൊതുശത്രു ഉണ്ട്, അത് ന്യൂനപക്ഷമാണ്, അത് ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയമായി ഈ ജാതി സംഘടനകളെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, വടക്കേ ഇന്ത്യയിൽ പലപ്പോഴും അവർ വലിയ നിലയിൽ പ്രയോഗിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു ഇത്. വ്യത്യസ്ത ജാതി സംഘടനകളെ, നിങ്ങൾ അതിനൊരു പേര് കൊടുത്തു, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന്. ജാതി സംഘടനകളെ പിളർത്തുക, ജാതി അടിസ്ഥാനത്തിൽ പിളർത്തുക, എന്നിട്ട് അവയെ വർഗീയമായി യോജിപ്പിക്കുക. ഇത് സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി BJP ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. കേരളത്തിൽ അവരത് പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങൾക്കറിയായിരിക്കും, ഇടക്കാലത്ത് SNDP ഉൾപ്പെടെ കൈപ്പിടിയിൽ പിടിക്കാൻ വേണ്ടി, ഒതുക്കാൻ വേണ്ടി നോക്കിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. അങ്ങനെയാണ് BDJS ഒക്കെ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ അത്തരം ഈ സംഘടനകളെ കേരളത്തിൽ നിരവധി ജാതി സംഘടനകളുണ്ട്. ആ ജാതി സംഘടനകളൊന്നും പക്ഷേ വർഗീയമായ സമീപനം സ്വീകരിക്കുന്നവയല്ല പൊതുവിൽ. എന്നാൽ അത്തരം സംഘടനകളെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഈ കേരളത്തിൽ വർഗീയ രാഷ്ട്രീയം BJPയെ RSSനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്ലോട്ടായിരുന്നു തയ്യാറായത്. ആ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അതിൻ്റെ പേരാണ് നവോത്ഥാന സംരക്ഷണ സമിതി. എന്തുകൊണ്ടത്? കേരളത്തിലെ ജാതി സംഘടനകൾക്ക് പലതിനും ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഏറ്റവും വലിയ വിവേചനത്തിന് ഈ വ്യവസ്ഥ ഏറ്റവും ശക്തമായി നടപ്പിലാക്കപ്പെട്ട പ്രദേശങ്ങളിലൊന്ന് കേരളമാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കുറിച്ച് വിവേകാനന്ദൻ ഭ്രാന്താലയമൊന്നും പറഞ്ഞിട്ടില്ല, കേരളത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ജാത്യാചാരങ്ങൾ ഏറ്റവും ഭയാനകമായ വിധത്തിൽ, മനുസ്മൃതിയുടെ ചാതുർവർണ്ണത്തിൻ്റെ ആശയങ്ങൾ ഏറ്റവും ഭീകരമായ വിധത്തിൽ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അതിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപെടലുണ്ട്. ആ ഇടപെടലിനെയാണ് നമ്മൾ പൊതുവിൽ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. നവോത്ഥാന പ്രസ്ഥാനം, അതിനുശേഷം ഉയർന്നു വന്നിട്ടുള്ള ക്ഷേത്രപ്രവേശന സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് വന്നിട്ടുള്ളവയായിരുന്നു കേരളത്തിലെ പല ജാതി സംഘടനകളും. അത് SNDP ഉൾപ്പെടെയുള്ള NSS ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സംഘടനകളെ നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. തുടക്കത്തിൽ അവയൊക്കെ അങ്ങനെയായിരുന്നു. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു പലതും രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. ഈ സംഘടനകളാവട്ടെ അടിസ്ഥാനപരമായി ചാതുർവർണ്ണത്തിനെതിരാണ്,
മനുസ്മൃതിക്കെതിരാണ്, ജാതി വിവേചനത്തിനെതിരാണ്, RSS ഉയർത്തിപ്പിടിക്കുന്ന, സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന വിവേചന രാഷ്ട്രീയത്തിനെതിരാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇത്തരം സന്ദേശമാണ് നവോത്ഥാന പ്രസ്ഥാനം നൽകിയത്. ആ സന്ദേശത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പറഞ്ഞ ജാതി സംഘടനകളെല്ലാം. അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ? ഈ ജാതി സംഘടനകളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കുന്നു. അങ്ങനെ നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കിക്കൊണ്ടാണ് കേരളത്തിൽ ജാതി സംഘടനകളെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് വർഗീയ രാഷ്ട്രീയ ശക്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള RSSന്റെ നീക്കത്തെ ഞങ്ങൾ പ്രതിരോധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് നവോത്ഥാന സംരക്ഷണ സമിതി. അതിൻ്റെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനാണ്, അദ്ദേഹമാണ് ഇടക്ക് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് പറ്റുന്ന വിധത്തിലുള്ള പ്രസ്താവന തുടർച്ചയായി നടത്തിയത്. അപ്പോൾ ഉടനെ തന്നെ അതിനിശ്ചിതമായ വിമർശനം അങ്ങോട്ടേക്ക് പറഞ്ഞ് അങ്ങനെ ശക്തമായ വല്ലാത്തൊരു പ്രതികരണം ഉണ്ടാക്കി. അദ്ദേഹത്തെ നേരെ സംഘപരിവാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കണോ എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. അയാളെ പിടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് അങ്ങോട്ടേക്ക് തള്ളിവിടാത്ത വിധത്തിൽ ഒരു വിയോജിപ്പാണ് ഞങ്ങൾ ആ ഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു വിയോജിപ്പാണ് ഞങ്ങൾ പറയുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശന് മനസ്സിലാവണ്ടേ? അദ്ദേഹം പക്ഷേ തുടർച്ചയായി ഈ വിധത്തിലുള്ള പ്രസ്താവനയായി മുന്നോട്ടേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രസ്താവന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസ്താവനയാണ്, അത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ദുർബലപ്പെടുത്തുന്ന ഇടപെടലാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഷംസീർ ഉൾപ്പെടെയുള്ള സഖാക്കൾ, അതിൻ്റെ പേരിലാണല്ലോ ഷംസീറിനെ വ്യക്തിപരമായി കടന്നാക്രമിച്ചത്, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷംസീർ ഉൾപ്പെടെയുള്ള സഖാക്കൾ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്.